ജനഹൃദയങ്ങൾ കീഴടക്കിയ കണ്ണൂരിൻ്റെ നേതാവായ മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഇന്ന് നമ്മോടൊപ്പം കണ്ണൂർ മൗണ്ടിനോടൊപ്പം ഉണ്ട്. സാർ നമസ്തേ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലം വരാറായി. ഈ നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾ സാറിൻ്റെ ഒപ്പമാണ്. അപ്പോൾ എന്താണ് കണ്ണൂരിൻ്റെ ജനങ്ങളെ കുറിച്ച് സാറിന് പറയാനുള്ളത്? കണ്ണൂരിലെ ജനങ്ങൾ വളരെ നല്ല നിലയിൽ ഈ നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ സ്നേഹവും അവരുടെ വാത്സല്യമൊക്കെ അനുഭവിച്ചറിഞ്ഞ ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് സമയം. തീർച്ചയായും നാടിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി കക്ഷിരാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി എല്ലാവരും ചേർന്ന് നിൽക്കുമെന്നുള്ളതാണ് കണ്ണൂരിലെ ജനങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. ഈ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷം ഭരിച്ചു. അപ്പോൾ കോൺഗ്രസ് ഏത് രീതിയിലാണ് ഈ ഒരു 10 വർഷത്തെ ഈ ഒരു പ്രതിപക്ഷ സമയത്തിരുന്ന പ്രതിപക്ഷ കാലത്തേക്ക് ഇരുന്ന ഈ ഒരു ഭരണം ലഭിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ വൈകല്യങ്ങളും ഭരണത്തിൻ്റെ കോട്ടങ്ങളും ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദുരിതങ്ങളും ഒക്കെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെയുണ്ടല്ലോ. ആ ഭരണം മാറണമെന്ന് ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. സ്വാഭാവികമായും UDF അധികാരത്തിൽ വന്നാൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണപരമായിട്ടുള്ള വൈകല്യങ്ങളെ തിരുത്തി നാട്ടിൻ്റെ ക്ഷേമത്തിനും ജനങ്ങളുടെ ഐശ്വര്യത്തിനും അവരുടെ അഭിവൃദ്ധിക്കും അനുരൂപമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് UDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലടക്കം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി, 5 ഗ്യാരണ്ടികൾ വനിതകൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക്, വയോജനങ്ങൾക്ക്, അങ്ങനെ സമൂഹത്തിൻ്റെ നിഖില മേഖലയിലുള്ള ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ അവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഉയരാൻ കഴിയുന്ന ഒരു ഭരണം UDF കാഴ്ചവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കും. അതുപോലെ തന്നെ സാറേ, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ തന്നെ പെൻഷൻ 3000, അതെല്ലാം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും അത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. തെലങ്കാനയിലാകട്ടെ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ. ആ ഒരു അനുഭവ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലോ നടപ്പിലാക്കാൻ പറ്റും എന്ന് UDF പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ UDF ആവിഷ്കരിക്കും, അത് കൃത്യമായി നടപ്പിലാക്കും. അതിൽ യാതൊരു സംശയമില്ല. മറ്റ് 2 പ്രതിപക്ഷ പാർട്ടികൾ, അതായത് കോൺഗ്രസും BJPയും, ഇടതുപക്ഷവും അതുപോലെ തന്നെ BJPയും ഒപ്പത്തിനോട് അവരും പറയുന്നു നല്ല ഭൂരിപക്ഷത്തോടെ വരും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ള ആളുകൾക്കും ജനങ്ങളുടെ പൊതുവികാരം എന്താണ് എന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളിലും UDF മേൽക്കൈ നേടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. എന്തായാലും ഭരണം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നേരത്തെ തന്നെ UDF പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് കുറെ കൂടി ശക്തമായ നിലയിൽ ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നിലവിലുള്ള ഭരണപക്ഷവും BJP എവിടെയും അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല. അത് നമുക്ക് ഒരു വിഷയമല്ല. എന്നാൽ LDF ഭരണം തുടരുമെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല എന്ന് 4-ാം തീയതിയോടുകൂടി തെളിയിക്കപ്പെടും. മറ്റൊരു കാര്യം, അതുപോലെ തന്നെ ആരായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി വരുന്നത്? കോൺഗ്രസിന്റെ ഒരു രീതി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കും. അതിന് ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടുകൂടി അവരത് പ്രഖ്യാപിക്കും. പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഘടകകക്ഷിയുടെ അഭിപ്രായങ്ങൾ കൂടി അവർ പരിഗണിക്കും. ആ രീതിയിലാണ്. അപ്പം ഇപ്പോഴേ പ്രവചിക്കേണ്ട ഒരു കാര്യമല്ല അത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. തീർച്ചയായും അത് കേരളത്തിലെ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് അവർ തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും. ലീഗ് അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല.
അങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടേണ്ട ഒരു ഘട്ടം നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഏതായാലും മുസ്ലിം ലീഗിന് അതിനൊക്കെ അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തിയിട്ട് ആ കാര്യത്തിൽ മുന്നണിയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന മുന്നണിയാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് നമുക്കറിയാം ശബരിമല പ്രശ്നങ്ങൾ, ആരാധനാലയങ്ങളിൽ അടക്കം ഒരു കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു. അതായത് ശബരിമല ആയിക്കോട്ടെ, ഗുരുവായൂരായിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളി ആയിക്കോട്ടെ, അമ്പലങ്ങളായിക്കോട്ടെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ കോൺഗ്രസ് വരുന്നതോടെ എങ്ങനെയാണ്? അല്ല, ഇതിൽ വിശ്വാസികളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ വിശ്വാസികളാണ്. അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും ആ വിശ്വാസങ്ങളെ, അവരുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ വ്രണപ്പെടുത്തുന്ന നിലപാടുകൾ ഏത് പക്ഷത്ത് ഉണ്ടായാലും അത് ജനങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM മതവിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വികാരത്തിന് എതിരായിട്ട് നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. അതിന് പോലീസിനെ ഉപയോഗിച്ചും മറ്റ് നവോത്ഥാന മതിലുകളൊക്കെ പണിതും ആ വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. അതിനെതിരായിട്ടുള്ള വലിയ വികാരമാണ് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF അധികാരത്തിൽ വന്നാൽ എല്ലാ കാലത്തും എന്നതുപോലെ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഉള്ള നിലപാടുകളാണ് എടുക്കുക. അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ ഇടതുപക്ഷവും അതുപോലെ തന്നെ BJPയും പറയുന്നത് അവരാണ് ദേശീയപാത, അതായത് വികസനം, അതായത് ദേശീയപാത ശരിക്കും ഒരുപാട് നാൾ മുന്നേ നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ളതായിരുന്നില്ലേ? ദേശീയപാതയുടെ അതിൻ്റെ നേരത്തെ 60 മീറ്റർ എന്നുള്ളത് സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത്രയും ലാൻഡുകൾ അക്വയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നല്ലോ. അത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അതിനുശേഷം VS അച്യുതാനന്ദൻ്റെ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഫോർമുലയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ആണല്ലോ ദേശീയപാത വികസനം ഇപ്പം നടപ്പിലാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടത്തിന് മാത്രം അവകാശപ്പെട്ട കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ അങ്ങനെ അവരാണ് ഞങ്ങളുടെ ഇതിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സങ്കുചിതമായിട്ടുള്ള തലത്തിലേക്ക് ഒതുക്കി നിർത്തേണ്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. തീർച്ചയായും നാടിന്റെ പൊതുവികസനത്തിന് എല്ലായ്പ്പോഴും നന്മകളുടെ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ട് പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് UDF ആണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും നേതൃത്വം UDF-നായിരുന്നു. അത് വിമാനത്താവളങ്ങളാകട്ടെ, അതുപോലെ തന്നെ മറ്റ് തുറമുഖങ്ങളാകട്ടെ, ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ ഉള്ള തുറമുഖങ്ങളാകട്ടെ, മെട്രോ ആവട്ടെ, എല്ലാം നമ്മൾ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നാന്ദി കുറിച്ചതും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് UDF ആണ്. അതുകൊണ്ട് ദേശീയപാത വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷിയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതിയല്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് അത് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അതൊക്കെ നടപ്പിലാക്കണം. അങ്ങനെയല്ലേ നാട്ടിൽ വികസനം നടക്കുള്ളൂ. അപ്പോൾ ആ വിധത്തിൽ അത് കാണേണ്ടത്. അതുപോലെ തന്നെ സാർ, യുവാക്കള് തൊഴിൽ, അതായത് പിൻവാതിൽ നിയമനം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു 10 വർഷക്കാലുണ്ട്. കോൺഗ്രസ് വന്നാൽ അത് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പിൻവാതിൽ നിയമനങ്ങളൊന്നും ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പരീക്ഷ എഴുതാതെ തന്നെ പരീക്ഷയിൽ പാസ്സാകുക, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനുകൾക്കും PSC പരീക്ഷ പോലും ആ വിധത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള നിലപാടുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും UDF അതിനൊക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാക്കും. അതിൻ്റെ മുന്നണി സംവിധാനത്തിലായാലും മറ്റും അതിൽ തീരുമാനങ്ങൾ എടുത്തിട്ട് യുവാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്ന സമീപനമായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുക. ഈ ഒരു കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിനും അതുപോലെ ലീഗിനും തിളങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാർ? തീർച്ചയായും. കേരളത്തിലിപ്പോൾ ഭരണമാറ്റം എന്നുള്ള ഒരു തലത്തിലേക്ക് ജനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഓരോ വിഷയങ്ങളെയും കോൺഗ്രസും മുസ്ലിം ലീഗും പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു. തീരദേശ മേഖലയിലുള്ള വിഷയങ്ങൾ, കാർഷിക മേഖലയിലുള്ള വിഷയങ്ങൾ, എല്ലാ
വിഷയങ്ങളിലും ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള പൊതുയുഗ യാത്ര, കേരളം ഒരു പൊതുയുഗ പിറവിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ UDF ആ ഒരു യാത്ര വി ഡി സതീശന്റെ നേതൃത്വം നടത്തിയപ്പോൾ സത്യത്തിൽ അതിനുണ്ടാവിടെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയ അനുഭവം അതൊക്കെ പ്രകടമാകുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് UDF ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങൾ ശരിയായിരുന്നു എന്ന് ജനങ്ങൾ സമ്മതിക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നന്നായി പെർഫോം ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള പാർട്ടി മുസ്ലിം ലീഗിനായാലും കോൺഗ്രസിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ സ്കൂളുകൾ, അതായത് സ്കൂളുകളിൽ ഇടതുപക്ഷം പറയുന്നത് ഈ ഒരു 10 വർഷക്കാലം ഹൈടെക് ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കോൺഗ്രസ് ഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ? എത്ര സ്കൂളുകളാണ് ഹൈടെക് ആയിട്ടുള്ളത്? എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ എത്ര വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട്? ഇപ്പൊ തന്നെ പേരിന് കുറെ മാമാങ്കങ്ങൾ നടത്തി ആഘോഷങ്ങളൊക്കെ പേരിൽ സ്കൂളുകൾ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി എന്ന് പറയുന്ന ഒരുപാട് വിഷയങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എത്ര കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പേരിന് ചില മാമാങ്കങ്ങളൊക്കെ നടത്തി ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അതൊരു പൊലിമയോടുകൂടി അവതരിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിലൊന്നും ഒരു എന്താ പറയുക, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ആവശ്യം ഉയർത്തിക്കൊണ്ടുവരാനൊന്നും LDF കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സർ, കോൺഗ്രസിന്റെ ഒരു ഭരണമാണ് ഇനി വരുന്നതെങ്കിൽ എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങി, അതായത് ഇപ്പം നമുക്കറിയാം ചില ആളുകൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നൊക്കെ പറയാറുണ്ട്, ജനങ്ങൾ തന്നെ പറയാറുണ്ട്. അത് എങ്ങനെയായിരിക്കും? UDF എല്ലായ്പ്പോഴും ജനങ്ങളുടെ കൂടെ വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അത് മുന്നണി എന്നുള്ളതിൽ അത് കക്ഷികളായിരുന്നാലും ഒക്കെ തീർച്ചയായും ജനങ്ങളുടെ കൂടെ നിൽക്കുക. ജനപക്ഷ രാഷ്ട്രീയമാണല്ലോ എല്ലായ്പ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്നത്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അഡ്രസ്സ് ചെയ്യുക, അവരുടെ മിതമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഭരണം വളരെ നിഷ്പക്ഷമായും ജനഹിതത്തിനനുസരിച്ച് നടത്തുക. ആ വിധത്തിൽ ജനങ്ങളുടെ കൂടെ തന്നെ UDF ഉണ്ടാവും. സർ, നമ്മൾ ഇതുവരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. അതേപോലെ ഇപ്പം സാറിൻ്റെ ഫാമിലി, കുടുംബം, അതുപോലെ തന്നെ സാറിൻ്റെ നാട്ടിൽ ഒരുപാട് സാറിനെ സ്നേഹിക്കുന്ന ആൾക്കാർ, അവരെ കുറിച്ചൊക്കെ? എനിക്ക് ഭാര്യ, 3 മക്കളാണ്. 2 പെൺകുട്ടികളാണ്. അവരുടെ കല്യാണം കഴിഞ്ഞു. മകൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തുഷ്ടകരമായ ഒരു കുടുംബമാണ്. നാട്ടിലെ ജനങ്ങളോട് എല്ലാവരോടും ഞാൻ അങ്ങോട്ടും നേരെ തിരിച്ചിങ്ങോട്ടും വളരെ സ്നേഹത്തോടും മമതയോടും കഴിയുന്നു. പൊതുപ്രവർത്തനം എന്നത് ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ സജീവമാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കൂട്ടായ്മയാണ് പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH സെന്റർ. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അതിൻ്റെ ആരംഭകാലം മുതൽ. കഴിഞ്ഞ 15 വർഷമായി. ഈ 15 വർഷക്കാലത്തിനിടയിൽ ഒട്ടേറെ ആളുകളുമായിട്ട് സംവദിക്കാനും അവർക്ക് വ്യക്തിപരമായും സംഘടനാപരമായും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ദിവസം 54 ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സ മേഖലകളിൽ ബൃഹത്തായിട്ടുള്ള ഒരു റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടി ഒരു സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്നു. ഇനിയിപ്പോൾ സെപ്റ്റംബറോടുകൂടി ഒരു ന്യൂറോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ CH സെൻറ്ററിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ പൊതുനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ്. അതിനിയും ഈ ജീവിതകാലയളവിലുടനീളം തുടരും എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇത്ര നേരം നമ്മോടൊപ്പം അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സാർ വിജയാശംസകൾ നേരുന്നു. നല്ല രീതിയിലുള്ള വിജയം, അതുപോലെ തുടർന്നും സാറിന് ജനങ്ങളിലേക്ക് ഇറങ്ങി CH സെൻ്ററിനാണെങ്കിലും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ വിജയാശംസകൾ നേരുന്നു. തീർച്ചയായും. താങ്ക്സ്.